ഹായ്, ഞാൻ പാത്തുമ്മക്കുട്ടി. സെൽഫ് മാസ്റ്ററി കോച്ച് സ്കിൽഫുൾ ലൈഫിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സെൽഫ് മാസ്റ്ററി എന്താണ്? എന്തിനാണ് സെൽഫ് മാസ്റ്ററി? എങ്ങനെയാണ് സെൽഫ് മാസ്റ്ററി നേടുക? സെൽഫ് മാസ്റ്ററി നേടാനുള്ള ടൂൾസ് എന്തൊക്കെയാണ്? പ്രാക്ടിക്കൽ സ്റ്റെപ്സ് എന്തൊക്കെയാണ്? അതുപോലെ സെൽഫ് മാസ്റ്ററിയുടെ യാത്രയിൽ നമുക്ക് എന്തൊക്കെ ചലഞ്ചസ് നേരിടേണ്ടി വരും? അതിനെ എങ്ങനെ ഓവർകം ചെയ്യാം എന്നതിനെക്കുറിച്ചൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഞാൻ ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്യാം. സ്ക്രീൻ കാണുന്നുണ്ടോ? ഓക്കെ, സ്ക്രീൻ കാണുന്നുണ്ടെങ്കിൽ യെസ് എന്നൊന്ന് ടൈപ്പ് ചെയ്യാമോ? ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് സെൽഫ് മാസ്റ്ററി. സെൽഫ് മാസ്റ്ററി എന്ന് പറയുമ്പോൾ നമ്മളുടെ ചിന്തകളും വികാരങ്ങളും പ്രവൃത്തികളും നിയന്ത്രിച്ചിട്ട് നമ്മുടെ ലക്ഷ്യത്തിനേറ്റ് അവ അലൈൻ ചെയ്യുന്ന രൂപത്തിലേക്ക് ഒരു രൂപത്തിലേക്ക് നിയന്ത്രിക്കാനുള്ള കഴിവാണ്. അതോടൊപ്പം തന്നെ നമ്മളിൽ തന്നെ ഒരു അവബോധം ഉണ്ടാവാനും നമ്മളുടെ ചിന്തകളെയും ഇമോഷൻസിനെയും മനസ്സിലാക്കാനും ഉള്ള കഴിവ്. നമ്മളിൽ സ്വയം ഒരു നിയന്ത്രണം വരുത്താനും നമ്മളുടെ പ്രചോദനങ്ങളെ മാനേജ് ചെയ്യാനും വളരെ എഫക്റ്റീവായിട്ട് തന്നെ നമ്മുടെ പ്രചോദനങ്ങളെ മാനേജ് ചെയ്യാനും ഉള്ള കഴിവാണ് സെൽഫ് മാസ്റ്ററി. അതുപോലെ നമ്മളുടെ പർപ്പസിൽ ക്ലാരിറ്റി വരുത്താൻ, ആ പർപ്പസ് നമ്മളുടെ വാല്യൂസിനും നമ്മുടെ ലക്ഷ്യങ്ങൾക്കും ഒപ്പം പൊരുത്തപ്പെടുന്ന രൂപത്തിലാക്കി മാറ്റാനുമാണ് സെൽഫ് മാസ്റ്ററി നേടുന്നത്. അല്ലെങ്കിൽ സെൽഫ് മാസ്റ്ററി നേടുക എന്ന് പറഞ്ഞാൽ ഇത്തരം കാര്യങ്ങളൊക്കെ നേടിയെടുക്കുക എന്നുള്ളതാണ്. അതായത് സ്വയം വൈദഗ്ധ്യം എന്നാണ് അതിൻ്റെ മലയാള പദം. സ്വയത്തിൽ വൈദഗ്ധ്യം നേടാൻ നമ്മൾ ചെയ്യേണ്ടത് നമ്മളിൽ തന്നെ വർക്ക് ചെയ്യുക. നാം എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ ചിന്തയുടെ ഫലമാണ്. ആ ചിന്തകളെ നിരീക്ഷിച്ച് അവയെ നമുക്ക് അനുയോജ്യമായ രൂപത്തിലേക്ക് മാറ്റാനുള്ള കഴിവ്. അതേപോലെ ഇമോഷൻസിനെ നിരീക്ഷിച്ച് നമുക്ക് അനുയോജ്യമായ രൂപത്തിൽ, നമ്മുടെ വളർച്ചക്ക്, നമ്മുടെ ലക്ഷ്യങ്ങൾക്ക് അനുയോജ്യമായ രൂപത്തിലാക്കി മാറ്റാനുള്ള കഴിവ്. അതോടൊപ്പം തന്നെ ഇത് രണ്ടും നമ്മൾ കൺട്രോൾ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ നമ്മുടെ പ്രവൃത്തിയെയും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. കാരണം ചിന്തയിൽ നിന്നും ഇമോഷനിൽ നിന്നൊക്കെയാണ് നമ്മുടെ പ്രവൃത്തി ഉണ്ടാവുന്നത്. അതുകൊണ്ട് പ്രവൃത്തിയെയും നിയന്ത്രിക്കുക. ഇങ്ങനെ നിയന്ത്രിക്കുമ്പോൾ നമ്മളുടെ തന്നെ ഒരു നല്ലൊരു പതിപ്പിനെ നമുക്ക് നിർമ്മിക്കാൻ സാധിക്കും. ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു നമ്മുടെ പതിപ്പിനെ നമുക്ക് ഉണ്ടാക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ കൺട്രോള് നമ്മുടെ കയ്യിൽ തന്നെ ഇരിക്കാൻ വേണ്ടിയുള്ള ഈ കൺട്രോൾ ചെയ്യാനുള്ള കഴിവാണ് സെൽഫ് മാസ്റ്ററി. ഇനി ഇത് നേടുന്നത് എന്തുകൊണ്ടാണ്, എന്തിനാണ് ഈ സെൽഫ് മാസ്റ്ററി നമ്മൾ നേടുന്നത്, അല്ലെങ്കിൽ സ്വയത്തിൽ വൈദഗ്ധ്യം നേടുന്നത് എന്തിനാണ്? സാധാരണ നമ്മൾ പലതും പഠിക്കാറുണ്ട്, ലോകത്തുള്ള പല കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കാറുണ്ട്. പക്ഷെ നമ്മെക്കുറിച്ച് പഠിക്കാൻ നമ്മൾ ഇതുവരെ ശ്രമിച്ചിട്ടില്ല. എന്തിനാണ് നമ്മെക്കുറിച്ച് പഠിക്കുന്നത്, എന്തിനാണ് ഇവയൊക്കെ നിയന്ത്രിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. വൈ സെൽഫ് മാസ്റ്ററി? പേഴ്സണൽ ഗ്രോത്ത്, ഡിസിപ്ലിൻ, റെസിലിയൻസ്, കൺട്രോൾ ലൈഫ്. അതായത് വ്യക്തിത്വ വികസനം. വ്യക്തി എന്ന രൂപത്തിൽ വളരെ നല്ലൊരു പതിപ്പായി നമ്മെ മാറ്റാൻ വേണ്ടിയിട്ടും ജീവിതത്തിൽ ഒരു അടുക്കും ചിട്ടയും ഉണ്ടാക്കാനും അച്ചടക്കമുണ്ടാക്കാനും ഒരു ചലഞ്ചസ് വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാനും
ജീവിതത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാനും സെൽഫ് മാസ്റ്ററി അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ സ്വയത്തിൽ വൈദഗ്ധ്യം നേടണം എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ ജീവിതത്തിന്റെ കൺട്രോൾ മറ്റാരുടെങ്കിലും കയ്യിലായിരിക്കും. അല്ലെങ്കിൽ ബാഹ്യ സാഹചര്യങ്ങളുടെ അനുയോജ്യ രൂപത്തിലായിരിക്കും നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. നമുക്ക് തന്നെ നമ്മുടെ കൺട്രോൾ നേടിയെടുക്കണമെങ്കിൽ സെൽഫ് മാസ്റ്ററി നേടേണ്ടത് അത്യാവശ്യമാണ്. പ്രത്യേകിച്ചും ഈ ഒരു കാലഘട്ടത്തിൽ ചുറ്റും നമ്മളുടെ ചിന്തയെ ഡൈവേർട്ട് ചെയ്യുന്ന ധാരാളം കാര്യങ്ങൾ നമ്മുടെ കയ്യിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ള, നമ്മുടെ കയ്യിൽ എപ്പോഴും നമ്മൾ പിടിച്ചുകൊണ്ടിരിക്കുന്ന മൊബൈലിൽ തന്നെ ഉണ്ട്. അപ്പം ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ സ്വയം വൈദഗ്ധ്യം നേടുക എന്നുള്ളത് അത്യാവശ്യമാണ്. അങ്ങനെ സ്വയം വൈദഗ്ധ്യം നേടാത്തൊരു വ്യക്തി ഏത് നിമിഷത്തിലും നമ്മളുടെ നിയന്ത്രണം മറ്റുള്ളവരുടെ കയ്യിലാവാനും നമ്മളുടെ ജീവിതം ദുരിതത്തിലായി മാറാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും സെൽഫ് മാസ്റ്ററി നമുക്ക് അത്യന്താപേക്ഷിതമാണ്. പിന്നെ എന്തൊക്കെയാണ് സെൽഫ് മാസ്റ്ററി കൊണ്ടുള്ള ഗുണമെന്ന് ചോദിച്ചാൽ, ഓവർകം ലൈഫ് ഫെയിലിയേഴ്സ്. ജീവിതത്തിൽ ധാരാളം തിരിച്ചടികൾ ഉണ്ടാവും. ജീവിതം എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. അതിൽ സന്തോഷം ഉണ്ടാവും, വിഷമം ഉണ്ടാകുന്ന സാഹചര്യമൊക്കെ ഉണ്ടാവും. ആ സാഹചര്യത്തിലൊക്കെ നമുക്ക് അതിനെയൊക്കെ ഓവർകം ചെയ്യാനുള്ള കഴിവ് സെൽഫ് മാസ്റ്ററി നേടിയ വ്യക്തികൾക്കുണ്ടാവും. എൻഹാൻസ് ഇമോഷൻസ്. വികാരങ്ങളിൽ ഒരു കൺട്രോൾ നമുക്ക് കിട്ടും. എൻഹാൻസ് ഇമോഷണൽ ഇൻ്റലിജൻസ്. വൈകാരിക ബുദ്ധി വർദ്ധിപ്പിക്കാൻ. എന്താണ് വൈകാരിക ബുദ്ധി? ഏത് സാഹചര്യത്തിൽ എങ്ങനെ എവിടെ വികാരം പ്രകടിപ്പിക്കണം എന്നുള്ള അറിവാണ് വൈകാരിക ബുദ്ധി. നമുക്കൊക്കെ അറിയാം, നമ്മളുടെ വികാരം കൺട്രോൾ ചെയ്യാൻ പറ്റാതെ ആണ് പലപ്പോഴും ജീവിതം പ്രയാസമാവുന്നത്. പേപ്പറിലൊക്കെ വായിക്കാറുണ്ട്, അമ്മയെ വെട്ടിക്കൊന്ന മകൻ എന്നൊക്കെ. ആ വ്യക്തി വളരെ മോശക്കാരനായതുകൊണ്ടല്ല, ആ ഒരു പ്രത്യേക നിമിഷത്തിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ വികാരത്തെ നിയന്ത്രിക്കാൻ സാധിച്ചില്ല. മിക്ക കൊലയാളികളുടെ കാര്യത്തിലും മിക്ക തെറ്റുകാരുടെ കാര്യത്തിലൊക്കെ ഒരു പ്രത്യേക നിമിഷത്തിലുണ്ടായ ആ വികാരത്തെ അവർക്ക് നിയന്ത്രിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് അങ്ങനെ ഒരു ദാരുണമായ സംഭവം ഉണ്ടായത്. ഈ ആത്മഹത്യയുടെ കാര്യത്തിലും അതെ, വൈകാരിക ബുദ്ധിയുടെ ഒരു കുറവാണ് ഇതിന് കാരണമായത്. പിന്നെ ഈ വൈകാരിക ബുദ്ധി എന്ന് പറഞ്ഞാൽ മുമ്പത്തേക്കാൾ ഏറെ ഇപ്പോൾ പ്രാധാന്യമുണ്ട്. മുമ്പ് കാലഘട്ടത്തിൽ, എൻ്റെയൊക്കെ ചെറുപ്പകാലത്തിലാണെങ്കിൽ ആകെ ഒരു ബുദ്ധിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നുള്ളൂ, IQ, ഇൻ്റലിജൻറ്റ് കോഷ്യൻ്റ്. അതായത് നമുക്ക് കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള കഴിവ്, അതിനെ വിശകലനം ചെയ്യാനൊക്കെ ഉള്ള കഴിവ്, അതിനാണ് IQ എന്ന് പറയുന്നത്. അത് ഉള്ള ഒരു വ്യക്തിക്ക്, ഈ IQ ഉള്ള ഒരു വ്യക്തിക്ക് ഏത് നിലയിലും എത്തിച്ചേരാമായിരുന്നു. ഏത് ജോലിയും നമുക്കന്ന് നേടണമെങ്കിൽ IQ മാത്രമേ നോക്കിയിരുന്നുള്ളൂ. അത് ടെസ്റ്റ് ചെയ്യാനുള്ള ഇവാലുവേഷൻ ടൂൾസൊക്കെ ഉണ്ട്. എന്നാൽ ഇന്ന് IQ-വിനേക്കാളും ഏറെ നോക്കുന്നത് EQ ആണ്, ഇമോഷണൽ കോഷ്യൻ്റ് ആണ്. അതായത് വൈകാരിക ബുദ്ധി ഉണ്ടോ, ഒരു പ്രത്യേക സാഹചര്യത്തിൽ വൈകാരിക പൊട്ടിത്തെറികളൊന്നും ഇല്ലാതെ സന്തുലനമായിട്ട് ബാലൻസ്ഡ് ആയിട്ട് ജീവിതത്തെ കൊണ്ടുപോകാൻ പറ്റുമോ എന്നൊക്കെയാണ് പല ജോലിയിലും ഇപ്പോൾ നോക്കുന്നത്. കാരണം ഇപ്പോഴത്തെ പല ജോലികളും ടീം ബേസ്ഡ് ആണ്. അപ്പോൾ ടീമിനെ നേരായ രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ നമുക്ക് അത്യന്താപേക്ഷിതമായിട്ട് ഉണ്ടാകേണ്ട ഒന്നാണ് വൈകാരിക ബുദ്ധി. അത് വളർത്താൻ സെൽഫ് മാസ്റ്ററി സഹായിക്കുന്നു. അതുകൊണ്ട് സെൽഫ് മാസ്റ്ററി ഇന്നത്തെ കാലഘട്ടത്തിൽ നിർബന്ധമായിട്ട് നമ്മൾ നേടിയിരിക്കണം. അടുത്തതായത് ബെറ്റർ ഡിസിഷൻ മേക്കിംഗ്. സെൽഫ് മാസ്റ്ററി കൊണ്ടുള്ള പ്രയോജനമാണ് പറയുന്നത്. ബെറ്റർ ഡിസിഷൻ മേക്കിംഗ്, അതായത് നമ്മൾ സാധാരണ തീരുമാനം എടുക്കുമ്പോൾ ആ തീരുമാനം ശരിയല്ലെങ്കിൽ നമ്മുടെ ജീവിതം പിന്നീട് കൊളാവാറുണ്ട്. അയ്യോ, അന്ന് ഞാൻ ആ തീരുമാനം എടുത്തതുകൊണ്ടാണ് ഇന്ന് എനിക്കൊരു പ്രയാസം ഉണ്ടായതെന്ന് നമ്മൾ പറയാറുണ്ട് പലപ്പോഴും. നിങ്ങൾക്കൊക്കെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടാവും, ശരിയല്ലേ? ശരിയാണെങ്കിൽ ചാറ്റിൽ യെസ് എന്ന് അടിക്കുക. അപ്പം നല്ലൊരു തീരുമാനം എടുക്കാൻ സെൽഫ് മാസ്റ്ററി നമ്മളെ സഹായിക്കും. അതെങ്ങനെയാണ്? അതായത് സെൽഫ് മാസ്റ്ററിയിലൂടെ നമുക്ക് വൈകാരിക കൺട്രോൾ ഉണ്ട്. വികാരം വളരെ ഉയർന്ന സമയത്ത് ഒരിക്കലും നമ്മൾ തീരുമാനം എടുക്കരുതെന്ന് എല്ലാവരും പറയാം. വികാരം ഉയർന്ന സമയം എന്ന് പറയുമ്പോൾ വളരെയധികം ദേഷ്യപ്പെട്ട സമയം, വളരെയധികം ദുഃഖിക്കുന്ന ഒരു സമയത്ത്
അതേപോലെ വളരെയധികം സന്തോഷിക്കുന്ന ഒരു സമയത്ത് ഈ സമയങ്ങളിലൊന്നും നമ്മളൊരു തീരുമാനം എടുക്കരുത്. കാരണം ആ സമയത്തൊക്കെ നമ്മുടെ വികാരം ഉയർന്നിരിക്കുകയാണ്. ആ സമയത്ത് അതുകൊണ്ട് തന്നെ വിവേകം കുറവായിരിക്കും. വിവേകം കുറഞ്ഞ സമയത്ത് തീരുമാനം എടുക്കുമ്പോൾ അത് പലപ്പോഴും പാളിച്ചകൾ വരാറുണ്ട്. അതുകൊണ്ട് സെൽഫ് മാസ്റ്ററി നേടിയ വ്യക്തികൾക്ക് നല്ലൊരു തീരുമാനം എടുക്കാൻ എപ്പോഴും സാധിക്കുന്നുള്ളതാണ്. അങ്ങനെ നല്ല തീരുമാനം എടുക്കുമ്പോൾ നമുക്ക് നല്ല അവസരങ്ങളും കിട്ടുന്നു. അതേപോലെ വികാരത്തെ നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇന്റേണൽ പീസ് ഉണ്ടാവും. ആന്തരികമായ സമാധാനം ഉണ്ടാവും. അതുപോലെ സന്തോഷം ഉണ്ടാവും. സമാധാനം ഉണ്ടാവുന്നതോടുകൂടി നമുക്ക് ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവും. പലപ്പോഴും നമുക്കൊക്കെ അറിയാം നമ്മുടെ സന്തോഷം കെടുത്തുന്നത് പ്രതീക്ഷിക്കാതെ അല്ലെങ്കിൽ യാദൃശികമായി പറഞ്ഞ പല വാക്കുകളോ പ്രവൃത്തികളോ ചെയ്ത പ്രവൃത്തികളോ ഒക്കെ ആയിരിക്കാം. അങ്ങനെ ഒരു പ്രശ്നം ഈ സെൽഫ് മാസ്റ്ററി നേടിയ വ്യക്തികളിൽ ഉണ്ടാവില്ല. അവർ വളരെയധികം ചിന്തിച്ചിട്ടേ പ്രവർത്തിക്കുകയുള്ളൂ. പിന്നെ ഇംപ്രൂവ്ഡ് റിലേഷൻഷിപ്പ്, അതായത് നമ്മളുടെ ബന്ധം മെച്ചപ്പെടുത്താൻ സെൽഫ് മാസ്റ്ററി അത്യന്താപേക്ഷിതമാണ്. ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടാവുന്നത് എപ്പോഴാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുമോ? നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴായിട്ട് വിള്ളലുകൾ വന്നിട്ടുണ്ടാവും. ഒന്നിച്ച് ജീവിക്കുമ്പോൾ എന്തായാലും വരും. അതൊക്കെ ഉണ്ടായത് ഏത് സാഹചര്യത്തിലാണ് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. പലപ്പോഴും ഒരു വ്യക്തി എന്തെങ്കിലും ഒരു വാക്ക് പറയുമ്പോൾ അതേ നാണയത്തിൽ നമ്മൾ തിരിച്ചടിക്കുകയോ അല്ലെങ്കിൽ നമ്മളിൽ നിന്നുണ്ടായ ഏതെങ്കിലും ഒരു വാക്കോ ഒക്കെ ആയിരിക്കാം അവരുടെ അവർക്ക് മറ്റേ വ്യക്തിക്ക് പ്രയാസം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ നല്ലവണ്ണം ആലോചിച്ചിട്ട് തന്നെ പ്രവർത്തിക്കുകയും സംസാരിക്കുകയും ഒക്കെ വേണം. അപ്പോൾ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുന്നത് കൊണ്ട് തന്നെ സെൽഫ് മാസ്റ്ററി നേടിയ വ്യക്തികൾക്ക് റിലേഷൻഷിപ്പ് മെച്ചപ്പെടുത്താൻ സാധിക്കും. അതുപോലെ റിസീവ് കോൺഫ്ലിക്ട്സ്, പ്രതികൂല സാഹചര്യങ്ങളെ സ്വീകരിക്കാനുള്ള കഴിവ്. അതായത് വരാനുള്ളത് വരും, അതിനെ എങ്ങനെയാണ് നമുക്ക് അനുകൂലമാക്കി മാറ്റുക എന്നുള്ളതും സെൽഫ് മാസ്റ്ററി നേടിയ വ്യക്തികൾക്ക് അറിയാൻ സാധിക്കും. അതുപോലെ ബിൽഡ് ട്രസ്റ്റ് ആൻഡ് എമ്പതി, അതായത് മറ്റുള്ള വ്യക്തികളോട് സഹാനുഭൂതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കും. നമ്മളെ മനസ്സിലാക്കിയാൽ നമുക്ക് ബാക്കിയുള്ളവരെ മനസ്സിലാക്കാൻ ഒരു പ്രയാസമില്ല. ഇപ്പോൾ ഈ സാഹചര്യത്തിൽ നമ്മൾ ചെയ്യുന്ന എന്താണ്? എല്ലാവരെ കുറിച്ചും മനസ്സിലാക്കും, നമ്മളെക്കുറിച്ച് മാത്രം നമ്മൾ മനസ്സിലാക്കില്ല. അതുകൊണ്ട് നമ്മളെ മനസ്സിലാക്കിയാൽ നമുക്ക് ലോകത്തെ മുഴുവൻ മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവരോടും ഒരു സഹാനുഭൂതി ഉണ്ടായിരിക്കും. ഇത്രയൊക്കെ ഗുണങ്ങൾ കിട്ടുന്നത്, ഇനിയും കുറേ ഗുണങ്ങളുണ്ട്. ഈ വീഡിയോയുടെ ലെങ്ത് വർദ്ധിപ്പിക്കേണ്ടെന്ന് കരുതി കുറച്ച് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇത്രയും ഒക്കെ ഗുണങ്ങളുള്ള ഒരു സെൽഫ് മാസ്റ്ററി, അതായത് സ്വയം വൈദഗ്ധ്യം നമ്മൾ നേടേണ്ടതല്ലേ? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൊന്ന് അറിയിക്കൂ കേട്ടോ. കാരണം എങ്കിലേ നമുക്ക് ജീവിതത്തിൽ സമാധാനത്തോടെ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യത്തിൽ, അതായത് ലോകത്തിലെ വലിയ വലിയ മാറ്റങ്ങൾ വരുമ്പോൾ നമുക്ക് ചുറ്റും വളരെ പെട്ടെന്നാണ് മാറ്റങ്ങളും അത്ഭുതങ്ങളും വരുന്നത്. അപ്പം നമ്മളെ നിയന്ത്രിക്കാൻ കുറേ ഘടകങ്ങൾ നമുക്ക് ചുറ്റും ഉണ്ടാകുമ്പോൾ നമുക്ക് നമ്മളിൽ ഒരു നിയന്ത്രണം ഇല്ലെങ്കിൽ നമ്മൾ ചിലപ്പം പെട്ടുപോകും. അങ്ങനെ പെട്ടുപോവാതിരിക്കാൻ ഈ ഒരു പഠനം, ഈ സെൽഫ് മാസ്റ്ററി നമ്മൾ നിർബന്ധമായും നേടിയിരിക്കണം. ഇനി എങ്ങനെയാണ് ഇനി നേടുക എന്നുള്ളത്, എന്തൊക്കെ ചെയ്യണം, നമ്മൾ സ്വയത്തിൽ വൈദഗ്ധ്യം നേടാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ്. അതിന് വേണ്ടത് കൾട്ടിവേറ്റ് സെൽഫ് അവെയർനെസ്, സെൽഫ് റിഫ്ലക്ഷൻ. സെൽഫ് അവെയർനെസ് എന്ന് പറഞ്ഞാൽ സ്വയം അവബോധം നേടുക. ഞാൻ എന്താണ്, ഞാൻ എങ്ങനെയാണ്, ഞാൻ എങ്ങനെ മറ്റുള്ളവരോട് പ്രതികരിക്കുന്നത്, ഞാൻ എങ്ങനെ ചിന്തിക്കുന്നത്, ഞാൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമ്മൾ അറിയുക എന്നുള്ളതാണ്. അതറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിലേക്ക് തന്നെ തിരിഞ്ഞ് സ്വയം പ്രതിഫലനം നടത്തുക. അതായത് ഒരു ദിവസത്തിൽ 1-2 പ്രാവശ്യമെങ്കിലും ഇന്ന് ഞാൻ എങ്ങനെയൊക്കെയാണ് ചിന്തിച്ചത് എന്ന് ഒന്ന് ഓർത്തെടുക്കുക. അതേപോലെ ഞാൻ എങ്ങനെയൊക്കെ മറ്റുള്ളവരോട് വൈകാരികമായി ഇടപെട്ടു, എൻ്റെ വികാരത്തെ, അതായത് എനിക്ക് ദേഷ്യം ഉണ്ടാവാനും അല്ലെങ്കിൽ സന്തോഷം ഉണ്ടാവാനും പുറത്തുനിന്ന് എന്തൊക്കെ ട്രിഗറുകളാണ് ഉണ്ടായത്, അതിനെ ഞാൻ എങ്ങനെ മാറ്റണം എന്നൊക്കെ സ്വയം പ്രതിഫലനം നടത്തുക. സ്വയം നമ്മളെക്കുറിച്ച് തന്നെ ചിന്തിക്കുക.
പിന്നെ മറ്റൊരു കാര്യം ചെയ്യാനുള്ളത് മൈൻഡ്ഫുൾനെസ് ആണ്. മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇരിക്കുന്ന ആ ഒരു കാര്യത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. ഭാവിയെക്കുറിച്ചോ ഭൂതത്തെക്കുറിച്ചോ ചിന്തിക്കാതെ ഇപ്പം ഞാനിവിടെ വീഡിയോ എടുക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ ഇനി വീഡിയോ എടുത്തു കഴിഞ്ഞാലുള്ള സംഭവമോ അല്ലെങ്കിൽ എടുക്കുന്നതിന് മുമ്പുള്ള സംഭവമോ ഈ വീഡിയോ ശരിയാവോ എന്നൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇത് എടുക്കുന്നു. അപ്പോൾ അതിൽ മാത്രം ശ്രദ്ധിക്കുക. അതിൽ മാത്രം ശ്രദ്ധിച്ചാൽ നമുക്ക് വളരെയധികം കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതായത് നമുക്കൊക്കെ അറിയാം കോൺസെൻട്രേഷൻ ഉണ്ടെങ്കിൽ പവർ കൂടുന്നുള്ളത്. സാധാരണ സ്കൂളിലൊക്കെ കുട്ടികളെ പഠിപ്പിക്കാറുണ്ട്. ലെൻസ് വെച്ചിട്ട് സൂര്യപ്രകാശത്തെ കേന്ദ്രീകരിച്ച് പേപ്പറൊക്കെ കത്തിക്കല്. സൂര്യൻ എത്ര ഡിഗ്രി ഉണ്ടെങ്കിൽ പോലും നമുക്ക് വേനൽക്കാലത്ത് പോലും എവിടെയും കിടക്കുന്ന വൈക്കോലോ പേപ്പറോ കത്താറില്ല. എന്നാൽ ചെറിയൊരു ലെൻസ് ഉപയോഗിച്ച് ആ സൂര്യപ്രകാശത്തെ കേന്ദ്രീകരിച്ച് നമുക്ക് കത്തിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ നമ്മളുടെ ശ്രദ്ധയെ കേന്ദ്രീകരിക്കാൻ നമുക്ക് കേന്ദ്രീകരിച്ചാൽ നമുക്ക് എന്തും നേടാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ മൈൻഡ്ഫുൾനെസ്സിലൂടെ നമ്മുടെ ശ്രദ്ധയെ കേന്ദ്രീകരിക്കുക. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ഏതായാലും ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അത് അറിഞ്ഞ് ആസ്വദിച്ച് ചെയ്യുക. നടക്കുകയാണെങ്കിൽ ഓരോ സ്റ്റെപ്പും നടക്കുന്നത് അറിഞ്ഞ് ചെയ്യുക. അങ്ങനെ അറിഞ്ഞ് ചെയ്യണേനാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. മറ്റൊന്ന് ജേർണലിംഗ് ആണ്. ജേർണലിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നൊക്കെ ഉള്ളത് എഴുതി വെക്കുന്ന ഒരു രീതിയാണ് ജേർണലിംഗ്. ഒരു നോട്ട്ബുക്ക് എടുത്തിട്ട് എഴുതുക. ഇന്ന് ഞാൻ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്, ഇന്ന് എനിക്ക് എന്തൊക്കെയാണ് ഉണ്ടായത് എന്നുള്ളത് എഴുതുക. അങ്ങനെ എഴുതുമ്പോൾ ഓരോ ദിവസം എഴുതുമ്പോൾ നമ്മളിൽ എന്തൊക്കെയാണ് നടന്നതെന്നുള്ളത് നമുക്കറിയാം. അതിനനുസരിച്ച് നമുക്ക് അതിൽ കറക്ഷൻ വരുത്താൻ സാധിക്കും. അടുത്തത് ഡെവലപ്പ് ഡിസിപ്ലിൻ. അച്ചടക്കം പാലിക്കാൻ സാധിക്കും. അച്ചടക്കം ഇല്ലാതിരിക്കണ എന്തുകൊണ്ടാണ്? നമ്മളുടെ വികാരങ്ങൾക്ക് പിന്നാലെ നമ്മൾ പോണതുകൊണ്ടാണ്. വികാരങ്ങളെ നിയന്ത്രിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് അച്ചടക്കം പാലിക്കാൻ ഒരു പ്രയാസമില്ല. ആൻഡ് ബിൽഡ് റുട്ടീന്. ഈ സെൽഫ് മാസ്റ്ററി നേടണമെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ട ഒന്നാണ് നല്ല ഒരു ദിനചര്യ. രാവിലെ ഇന്നത്ര മണിക്ക് എണീക്കണം, ഇന്ന കാര്യങ്ങൾ നമ്മുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടി എന്തൊക്കെ ചെയ്യണം എന്നതൊക്കെ തീരുമാനിച്ച് കൃത്യമായിട്ടുള്ളൊരു ദിനചര്യയിലൂടെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് സെൽഫ് മാസ്റ്ററി നേടാനുള്ള ഒരു മാർഗം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാസ്റ്റർ ഇമോഷണൽ ഇൻ്റലിജൻസ്, വൈകാരിക ബുദ്ധി വികസിപ്പിക്കുക. പുസ്തകങ്ങളിലൂടെയോ പിന്നെ അല്ലെങ്കിൽ ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്തോ എങ്ങനെയാണ് വൈകാരിക ബുദ്ധി വികസിപ്പിക്കുക എന്നുള്ളത് മനസ്സിലാക്കി അതിൽ മാസ്റ്റർ നേടിയാൽ സെൽഫ് മാസ്റ്ററി വളരെ എളുപ്പത്തിൽ നേടാൻ സാധിക്കും. ആൻഡ് മാനേജ് ഇമോഷൻ, വികാരങ്ങളെ നിയന്ത്രിക്കാൻ. ഈ വികാരങ്ങളെയൊക്കെ നിയന്ത്രിക്കണമെങ്കിൽ ശരിക്ക് പറയുകയാണെങ്കിൽ വായനയിലൂടെ മാത്രം പറ്റില്ല. നമുക്ക് ജീവിതത്തിൽ അനുഭവങ്ങൾ ഉണ്ടാവണം, വ്യത്യസ്ത അനുഭവങ്ങൾ. ഇപ്പോൾ ഇല്ലാത്തൊരു സംഭവം അതാണ്. പണ്ട് കാലത്തൊക്കെ കുട്ടികൾക്കൊക്കെ എന്തോരം അനുഭവം കുട്ടിക്കാലത്ത് നമുക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് അത്തരം വലിയ അനുഭവങ്ങളൊന്നും ഉണ്ടാകാനുള്ള ഒരു സാഹചര്യമില്ല. സ്കൂൾ ബസ്സിൽ വീട്ടിൽ നിന്ന് കയറുന്നു, അവിടെ ഇറങ്ങുന്നു, അവിടെ ടീച്ചേഴ്സിൻ്റെ വളരെ അച്ചടക്കത്തിലിരിക്കുന്നു, തിരിച്ചു വരുന്നു. അപ്പം ജീവിതത്തിൽ കുറേ അനുഭവങ്ങൾ ഉണ്ടാവുമ്പോഴാണ് നമുക്ക് ഇമോഷൻസിനെ മാനേജ് ചെയ്യാൻ സാധിക്കുക. അതിന് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് സ്പോർട്സൊക്കെ. തോൽക്കാൻ പഠിക്കണമെങ്കിൽ അങ്ങനത്തെ ആക്ടിവിറ്റിയിലൊക്കെ കുട്ടികൾ മത്സരത്തിലൊക്കെ പങ്കെടുക്കണം. അപ്പോൾ ഇമോഷൻസിനെ മാനേജ് ചെയ്ത് ശീലിക്കുക എന്നുള്ളത് സെൽഫ് മാസ്റ്ററി നേടാൻ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. അടുത്തത് ബിൽഡ് മെൻ്റൽ ടഫ്നെസ്. ഇപ്പം ഇല്ലാത്ത സംഭവം അതാണ് അല്ലേ. കുട്ടികൾ ഒന്നോ രണ്ടോ ഒക്കെ ഉണ്ടാവുള്ളൂ. അവരെന്താ പറയണത് വെച്ചാൽ അതൊക്കെ നമ്മൾ വാങ്ങിക്കൊടുക്കും. അതുകൊണ്ട് തന്നെ ഒരു പ്രയാസം അനുഭവിക്കാനുള്ളൊരു സാഹചര്യം നമ്മൾ കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവരുടെ മാനസികാവസ്ഥ വളരെ മൃദുലമായിരിക്കും. അങ്ങനെ ആവുമ്പോൾ ജീവിതത്തിൽ ഒരു തിരിച്ചടി കിട്ടുമ്പോൾ ആ കുട്ടിയാകെ തളർന്നു പോകും. അതുകൊണ്ട് ചെറുപ്പം മുതലേ ചെറിയ തോതിലെങ്കിലും ഒരു ടഫായ മനസ്സ് ഉണ്ടാക്കാനുള്ളൊരു പ്രയത്നം നമ്മൾ കൊടുക്കണം. അതുപോലെ എംബ്രേസ് ചലഞ്ച്. വെല്ലുവിളികൾ വരുമ്പോൾ അത് ജീവിതത്തിൻ്റെ ഭാഗമാണ്. അതിനെ നമ്മൾ എങ്ങനെ പ്രതിരോധിക്കണം എന്നൊക്കെ പഠിക്കുന്നതിലൂടെയും നമുക്ക് സെൽഫ് മാസ്റ്ററി നേടാൻ സാധിക്കും. അപ്പോൾ സെൽഫ് മാസ്റ്ററി നേടാനുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. സെൽഫ് റിഫ്ലക്ഷൻ, മൈൻഡ്ഫുൾനെസ്, ജേർണലിങ്, അതുപോലെ റുട്ടീൻ ഉണ്ടാക്കുക, ഹാബിറ്റ് ഫോർമേഷൻ സെൽഫ് മാസ്റ്ററി നേടാൻ വേണ്ട അത്യാവശ്യമായൊരു കാര്യമാണ്. അതായത് ചെറിയ ചെറിയ ഹാബിറ്റ്
ലൂടെ ഓരോ ദിവസം ചെറിയ ചെറിയ ഹാബിറ്റ് നമ്മൾ കൊണ്ടുവരിക. ഉദാഹരണമായിട്ട് എണീക്കുമ്പോൾ നമ്മുടെ പുതപ്പ് മടക്കി വെക്കുന്ന ഒരു സ്വഭാവം നമുക്കില്ലെങ്കിൽ ഒരു ദിവസം ആ ഒരു സ്വഭാവം നമ്മൾ ഉണ്ടാക്കുക. അങ്ങനെ ചെറിയ ചെറിയ സ്വഭാവങ്ങൾ നമ്മൾ ഓരോ ദിവസവും കൊണ്ടുവന്നാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ അങ്ങനെയുള്ള ഹാബിറ്റ് ഫോർമേഷനിലൂടെയും നമുക്ക് സെൽഫ് മാസ്റ്ററി നേടാൻ സാധിക്കും. ഇനി എന്തൊക്കെ പ്രാക്ടിക്കൽ ടൂൾസും ടെക്നിക്സുമാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്നാണ്. നേരത്തെ പറഞ്ഞ തന്നെയാണ് മൈൻഡ്ഫുൾനെസ് ആപ്പ് ഉപയോഗിക്കുക. നമുക്ക് മൈൻഡ്ഫുൾനെസ് നമ്മൾ എത്രത്തോളം നേടുന്നുണ്ട് എന്നൊക്കെ നോക്കാൻ വേണ്ടി മൈൻഡ്ഫുൾനെസ് ആപ്പ് ഉപയോഗിക്കാം. ഓൺലൈൻ കോഴ്സ് ഉണ്ടാവും. മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ചുള്ള കോഴ്സുകളുണ്ട്. അതിൽ അറ്റൻഡ് ചെയ്തിട്ട് അത് ഇംപ്ലിമെൻ്റ് ചെയ്യുക. അതുപോലെ വർക്ക്ഷോപ്പിലൊക്കെ അറ്റൻഡ് ചെയ്ത് ഇംപ്ലിമെൻ്റ് ചെയ്യും. ഇതാണ് പ്രാക്ടിക്കൽ ടൂൾസ് ആൻഡ് ടെക്നിക്കാണ് പറയുന്നത്. പിന്നെ ഹാബിറ്റ് ട്രാക്കിങ് ഇപ്പോഴൊക്കെ സുഖമാണ്. പിന്നെ കമ്പ്യൂട്ടറിൽ പ്ലേ സ്റ്റോറിലൊക്കെ ഹാബിറ്റ് ട്രാക്കിങ് കിട്ടും. നമുക്കത് ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് വേണ്ടതായ ഹാബിറ്റുകൾ ട്രാക്ക് ചെയ്തിട്ട് ഓരോ ദിവസവും അത് ഏതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് എന്ന് നമ്മളൊന്ന് ഇവാലുവേറ്റ് ചെയ്യുക. അപ്പോൾ ചെയ്യാത്ത കാര്യങ്ങൾ തുടർന്ന് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ നമുക്ക് കിട്ടും. അതുപോലെ ഹാബിറ്റ് ട്രാക്കിങ്ങിൽ കൃത്യമായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമ്മളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക, ചെയ്യാതിരിക്കുന്ന സമയത്ത് നമ്മൾ ചെറിയ തോതിൽ ശിക്ഷിക്കുക. ഇങ്ങനെ ഹാബിറ്റ് ട്രാക്കിങ്ങിലൂടെ നമുക്ക് ഈ ട്രാക്കിംഗ് ഉപയോഗിച്ചിട്ട് സെൽഫ് മാസ്റ്ററി നേടാം. പിന്നെ ജേർണലിങ് പറഞ്ഞല്ലോ നേരത്തെ. പിന്നെ ബുക്സ്. സെൽഫ് മാസ്റ്ററി നേടാനാണ് ഒന്നാമത്തെ ഒരു കാര്യം വേണ്ട ഹാബിറ്റ് ഫോം ചെയ്യുക എന്നുള്ളതാണ്. അതിന് അറ്റോമിക് ഹാബിറ്റ് എന്നുള്ള ജെയിംസ് ക്ലിയറിൻ്റെ അറ്റോമിക് ഹാബിറ്റ് എന്നുള്ള പുസ്തകം വളരെയധികം ഉപകാരപ്പെടും. അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ സ്വഭാവത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി ഓരോ ദിവസം ചെറിയ സ്റ്റെപ്പിലൂടെ നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോയാൽ അവസാനം ഒരു വർഷം കൊണ്ട് നമുക്ക് വലിയൊരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതെങ്ങനെ ചെയ്യാന്നൊക്കെ ഉള്ളത് ഈ പുസ്തകത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. മറ്റൊരു ബുക്കാണ് പവർ ഓഫ് നൗ. പവർ ഓഫ് നൗ എന്ന് പറഞ്ഞാൽ ഇന്നിൻ്റെ ശക്തി, അതായത് പ്രസൻറ്റ് ടെൻസിൽ വർത്തമാനകാലത്തിൽ ജീവിക്കുന്നതിൻ്റെ പവറാണ് ആ പുസ്തകത്തിൽ പറയുന്നത്. എക്കാർട്ട് ടോളിയുടെ ആ ബുക്കും വളരെ നല്ല ബുക്കാണ്. ഇംഗ്ലീഷ് ആണെങ്കിലും വളരെ സിമ്പിളാണ്. മലയാളം ഉണ്ടോയെന്ന് എനിക്കറിയില്ല. വളരെ സിമ്പിൾ ലാംഗ്വേജിൽ എഴുതിയിട്ടുള്ള ആർക്കും മനസ്സിലാവുന്ന ലാംഗ്വേജിൽ ഈ 2 ബുക്കും നമുക്ക് സെൽഫ് മാസ്റ്ററി നേടാൻ വളരെയധികം സഹായിക്കും. ഇനി സെൽഫ് മാസ്റ്ററി നേടാൻ വേണ്ടി നമ്മൾ ആ യാത്ര തുടരുമ്പോൾ നമുക്ക് എന്തൊക്കെ ചലഞ്ചസും ആണ് ഉണ്ടാവുക, അതിനുള്ള പരിഹാരം എന്തൊക്കെയാണ്? കോമൺ ചലഞ്ചസ് ലാക്ക് ഓഫ് മോട്ടിവേഷനാണ്. ഈ സെൽഫ് മാസ്റ്ററി എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷ്യമല്ല, ഒരു യാത്രയാണ്. അപ്പോൾ അത് തുടർച്ചയായിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ്. നമ്മളുടെയൊക്കെ സ്വഭാവം എന്താണ്? കൺസിസ്റ്റൻസി ഉണ്ടാവില്ല. നമുക്ക് കുറച്ച് വലിയ ആവേശത്തിൽ കുറച്ച് ദിവസമൊക്കെ ചെയ്യും, പിന്നെ നിർത്തിപ്പോവും. അപ്പോൾ ലാക്ക് ഓഫ് മോട്ടിവേഷനാണ് നമുക്കുള്ള ഏറ്റവും വലിയ ചലഞ്ച്. ഈ മോട്ടിവേഷൻ ഇല്ലാത്തതിനെ നമുക്ക് പരിഹരിക്കാനുള്ള ഒരു മാർഗം എന്താണെന്ന് വെച്ചാൽ ഇതേപോലെ സെൽഫിൽ മാസ്റ്ററി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ ഒരു കൂട്ടായ്മയിൽ നമ്മൾ അംഗമാവുക. അങ്ങനെ അത്തരം ഒരു കൂട്ടായ്മ നമുക്കുണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് അംഗമായിട്ട് അത്തരം ആളുകളുമായി ഒന്നിച്ചു ചേർന്ന് സ്വയം പരസ്പരം മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് അതിനെ പരിഹരിക്കാൻ പറ്റും. പിന്നെ ഈ മോട്ടിവേഷനെ പരിഹരിക്കാനുള്ള മറ്റൊരു മാർഗമാണ് ഫോക്കസ് ഓൺ ഡിസിപ്ലിൻ. നമ്മുടെ അച്ചടക്കത്തിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, നല്ലൊരു ദിനചര്യ ഉണ്ടാകും. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് കുറേശ്ശെ മോട്ടിവേഷൻ കിട്ടും എന്നുള്ളതാണ്. അടുത്തത് ഫിയർ ഓഫ് ഫെയിലർ. അത് മിക്ക ആളുകൾക്കുള്ള പ്രശ്നമാണ്. എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ തുടങ്ങിയാൽ, ഇപ്പോൾ എക്സസൈസ് എല്ലാ ദിവസവും ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിപ്പോൾ ഞാൻ ചെയ്താൽ എന്നൊന്നും എന്തായാലും നടക്കൂല, അതുകൊണ്ട് ഞാനത് ചെയ്യാൻ തുടങ്ങണില്ല എന്നാണ്. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വർക്കാണെങ്കിൽ അത് എന്നെക്കൊണ്ട് സാധിക്കുമോ, വെറുതെ എന്തിനാ അതിലൊക്കെ പോയി തലയിട്ടിട്ട് തോറ്റു പോകണമെന്ന് ഒരു പറച്ചിലാണ് പൊതുവെ ഉള്ളത്. യഥാർത്ഥത്തിൽ തോൽക്കുക എന്ന് പറയുന്നത് തീരെ പ്രവർത്തിക്കാതിരിക്കുന്നതിനേക്കാൾ എത്രയോ മെച്ചമാണ്. ഒരു വ്യക്തി ഒരു സംഗതി പരാജയപ്പെട്ടു എന്ന് പറഞ്ഞാൽ അർത്ഥം തന്നെ എന്താണ്? അയാൾ അങ്ങനെ ഒരു സംഗതി ചെയ്യാൻ തുടങ്ങി എന്നുള്ളതല്ല. അതുകൊണ്ട് തോൽവിയെ ഒരിക്കലും നമ്മൾ പേടിക്കേണ്ടത് ആവശ്യമില്ല. തോൽവി എന്ന് പറയുന്നത് ശരിക്കും ഒരു അഭിമാനമാണ്. അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യാൻ ഞാൻ ശ്രമിച്ചല്ലോ, അതുകൊണ്ടല്ലേ എനിക്ക് തോൽവി ഉണ്ടായത്. ബാക്കി 90% ആൾക്കാരും ശ്രമിക്കാത്ത സമയത്ത് നമ്മളതിൽ ശ്രമിച്ച് തോൽവി ഉണ്ടായാൽ പ്രശ്നമില്ല. അപ്പോൾ
ഫിയർ ഓഫ് ഫെയിലിയറിനെ കുറിച്ച് ഉള്ള ആളുകള് അവരുടെ മൈൻഡ് സെറ്റ് ഒന്ന് മാറ്റുക എന്നുള്ളതാണ് അതിൽ ചെയ്യാനുള്ളത്. പിന്നെ മറ്റൊരു ചലഞ്ചാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ നെഗറ്റീവ് ടോക്ക് വരും. അതായത് എന്തിനാ ഇപ്പൊ ഇതിനൊക്കെ നിക്കണേ വെറുതെ. എല്ലാവർക്കും വരുന്നാട്ടോ, എനിക്കൊക്കെ വരുന്നതാണ്. ഉം. എന്തിനാ ഇതിന് നിക്കണത്? ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പൊ പോണ പോലെ സുഖമായിട്ടാണ് പോയാൽ പോരെ. ആ കംഫർട്ട് സോണിൽ ഇങ്ങനെ ഇരിക്കാൻ വേണ്ടി നമ്മുടെ ഉള്ളിൽ തന്നെ ഇങ്ങനെ ചിന്ത വരും. അപ്പൊ എന്ത് ചെയ്യണം? അതിനെ നമ്മൾ ചലഞ്ച് ചെയ്യാം. ഇല്ല, ഞാൻ ചെയ്യും. ഞാനൊരു മാറ്റം വരുത്തി കാണിച്ചു കൊടുക്കും. എനിക്ക് തന്നെ കാണിച്ചു കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നമ്മളെ തന്നെ ചലഞ്ച് ചെയ്തിട്ട് മുന്നോട്ട് പോവുക. പിന്നെ അടുത്ത ഒന്നാണ് എല്ലാവർക്കും പൊതുവായിട്ടുള്ളതാണ് പ്രോകാസ്റ്റിനേഷൻ, നീട്ടിവെക്കൽ സ്വഭാവം. അപ്പൊ ശരി, എന്നാ ഇന്ന് മുതൽ സെൽഫ് മാസ്റ്ററി നേടാൻ വേണ്ടിയുള്ള പരിശ്രമം ചെയ്യാം എന്ന് തീരുമാനിച്ചു എന്ന് വിചാരിക്കും. കുറച്ച് കഴിഞ്ഞാൽ വിചാരിക്കും ഇന്ന് വേണ്ട, ഇന്നിപ്പോൾ ഇത്രയും നേരമൊക്കെ ആയില്ലേ, നാളെ മുതൽ തുടങ്ങാം. പുസ്തകം വായിക്കാൻ നാളെ മുതൽ തുടങ്ങാം. അല്ലെങ്കിൽ ദിനചര്യ ഉണ്ടാക്കാൻ നാളെ മുതൽ തുടങ്ങാം. നാളെ നാളെ എന്ന് പറഞ്ഞാൽ നീളെ അതൊരിക്കലും തുടങ്ങില്ല. ഇന്ന് ഇപ്പോൾ തുടങ്ങുക. ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ ഇന്ന് ഇപ്പോഴാണ്. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് ഈ മാറ്റിവെക്കൽ സ്വഭാവം ഒഴിവാക്കിയിട്ട് ആ നിമിഷത്തിൽ തന്നെ തുടങ്ങുക എന്നുള്ളതാണ്. ഈ പ്രോകാസ്റ്റിനേഷൻ ചെയ്യാനുള്ള ഒരു പ്രധാന കാരണം പെർഫെക്ഷനിസമാണ്. അതായത് ഞാൻ ചെയ്താൽ ശരിയാവില്ലേ, മോശമല്ലേ മറ്റുള്ളവർ കണ്ടാൽ. ഈ മറ്റുള്ളവരെ പറ്റി നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല. നമ്മൾ നമ്മളെ പറ്റി ചിന്തിച്ചാൽ മതി. സെൽഫ് മാസ്റ്ററിൽ അതാണ് നമ്മൾ പഠിക്കുന്നത്. മറ്റുള്ളവർ എന്താ വെച്ചാൽ വിചാരിച്ചോട്ടെ, അത് അവരുടെ കാര്യം അല്ലേ. ഇത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ കുറിച്ച് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇതിൽ വരുന്നത്. അതുകൊണ്ട് പ്രോകാസ്റ്റിനേഷനോ പെർഫെക്ഷനിസോ ഒന്നും ഇല്ലാതെ മുന്നോട്ട് പോവുക. ഇനിയിപ്പോൾ വലിയ ഒരു ഡ്യൂട്ടിയാണ് നമ്മൾ ഏറ്റെടുത്തത് എങ്കിൽ അതിനെ അങ്ങനെ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടാണെങ്കിൽ ചെറുതാക്കി ചെറുതാക്കി ചെയ്യാം. ഇപ്പോൾ നാളെ മുതൽ നടക്കും, 2 കിലോമീറ്റർ നടക്കാനൊന്നും പറയുന്നില്ല, നാളെ ഒരു 100 മീറ്റർ നടക്കുക. നടക്കാൻ വേണ്ടി ഉള്ള ഡ്രസ്സും ഇതൊക്കെ ഇട്ട് ഒരു 100 മീറ്റർ നടന്നാൽ മതി. പിന്നെ അടുത്ത ദിവസം ഒരു 150 ആക്കുക. അങ്ങനെ അങ്ങനെ ചെറിയ ചെറിയ സ്റ്റെപ്പിലൂടെ മുന്നോട്ട് പോയിട്ട് നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ഓരോ ഹാബിറ്റും ജീവിതത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ സെലിബ്രേറ്റ് സ്മോൾ സക്സസ്. അപ്പോൾ എന്ത് നമ്മൾ തുടങ്ങുകയാണെങ്കിലും നമ്മൾ കുറച്ച് നടന്നാൽ, അപ്പോൾ ഞാൻ നടക്കാൻ എല്ലാ ദിവസവും നടക്കും എന്ന് ഞാൻ എൻ്റെ ജേർണലിൽ എഴുതി വെച്ചു. മടി വന്നു എങ്കിൽ നടക്കാതിരിക്കുകയല്ല വേണ്ടത്, മുറ്റത്തെങ്കിലും ഒരു 100 മീറ്റർ നടക്കുക. എന്നിട്ട് അത് നമ്മൾ സക്സസ് ആയല്ലോ. അപ്പോൾ അതിനോട് നമ്മളെ തന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു അപ്രീസിയേഷൻ നമ്മൾ കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും ഈ പ്രവൃത്തി തുടരാനുള്ളൊരു പ്രവണത വരും. അങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും സെൽഫ് മാസ്റ്ററി നേടി ഈ ജീവിതം വളരെ സന്തോഷപ്രദവും വളരെ സമാധാനത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ഈ വീഡിയോൻ്റെ കമൻറ്റിൽ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുക്കാം. ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ ഹാപ്പിനെസ് എലിവേഷൻ ഹബ്ബ്, അതുപോലെ മൈൻഡ്ഫുൾനെസ് ഹബ്ബ് തുടങ്ങിയ കമ്മ്യൂണിറ്റികളുണ്ട്. ആ കമ്മ്യൂണിറ്റിയിൽ അംഗമാവാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അംഗമാകാം. താങ്ക് യു സോ മച്ച്.